നമസ്തേ, സ്വാഗതം ബി2 ഓർഗാനിക്സിന്റെ 194ാമത് എപ്പിസോഡിലേക്ക്. പൂക്കാതിരിക്കാൻ എനിക്കാവതല്ലേ കണിക്കുന്നയല്ലേ. ഈ വരികൾ മലയാളികൾ ആരും മറന്നിട്ടുണ്ടാവില്ല. നമ്മുടെ പ്രസിദ്ധനായ കവി അയ്യപ്പ പണിക്കരുടെ ആണ്. ആ ഒരു വരികളിൽ തന്നെ നമുക്കറിയാം, സ്വർണ്ണ കിങ്ങിണികൾ തൂക്കിയിട്ട് നമ്മുടെ വിഷുക്കാലത്തിനെ വരവേൽക്കുന്ന ആ ഒരു കൊന്നപ്പൂവ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെയൊക്കെ തൊടികളിൽ വിഷുവിനെ വരവേൽക്കാനായിട്ട് കാണാവുന്നതാണ്. വിഷു ആണോ കൊന്നയാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഉത്തരം പറയാനായിട്ട്. രണ്ടും ഏകദേശം ഒരേ കാലം ഉണ്ടാവുമായിരിക്കും. പല ഐതിഹ്യങ്ങളും ഉണ്ട് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ കിങ്ങിണിയാണെന്നുണ്ട്. രാമൻ ബാലിനെ വധിച്ചപ്പോൾ ഈ കൊന്നമരത്തിനെ മറഞ്ഞു നിന്നിട്ട് അമ്പെയ്തുകൊണ്ടാണ് കൊന്നമരം എന്ന് പേര് കിട്ടിയത്. അങ്ങനെ പല പേരുകളുണ്ട്. ഒന്നുറപ്പാണ്, ചൂട് കൂടിയ കാലത്ത്, അതായത് ഹോർമോണ് പൂക്കാനായിട്ട് സഹായിക്കുന്ന പൂക്കളുടെ ഹോർമോണായിട്ടുള്ള ഫ്ലോറിജിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഈ ചൂടിന് പറ്റുകൊണ്ടാണ് ഇത്രയും ചൂടത്ത് ഈ കണിക്കൊന്ന ഉണ്ടാകുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ്. തൊലിപ്പുറത്തുണ്ടാവുന്ന പല രോഗങ്ങൾക്കും മാറ്റിയിട്ട് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനും, അതേപോലെ തന്നെ അതിൻ്റെ കായ ഉപയോഗിച്ചിട്ട് എണ്ണ കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേശ സൗന്ദര്യവും വർദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയും കഷായം വെച്ചിട്ടും അതേപോലെ എണ്ണ ഉണക്കി പിടിച്ചിട്ടും ത്വക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സോറിയാസിസിനെ വരെ നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മലബന്ധം ഉള്ളവർക്ക് വയറുവേദന, അതിനനുസരിച്ചിട്ടുള്ളൊരു വയറുവേദന ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ കായയുടെ കാമ്പ് മാത്രം എടുത്തിട്ട് കുരു നീക്കിയിട്ട് പാലിൽ കാച്ചിട്ട് പഞ്ചസാര ഇട്ട് കുടിക്കാവുന്ന ഒരു വിധിയുണ്ട്. കണിക്കൊന്നയുടെ പട്ട അരച്ചിട്ട് നീരിന് വേദനയ്ക്കൊക്കെ ഉപയോഗിക്കാം. നമുക്ക് തളിരിയില 5 to 15 ഗ്രാം വരെ മോരിൽ അരച്ച് കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ അമിതവണ്ണത്തിന് ബെസ്റ്റാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പൂവ് അരച്ച് കഴിച്ചു കഴിഞ്ഞു വെച്ചാൽ പൊളിച്ചു തീട്ടലും വയറിലെ അൾസറൊക്കെ മാറുന്നുണ്ട്. കുരു പൊടിച്ചത് അമീബിയാസിസിന് ഏറ്റവും ബെസ്റ്റാണ് പറയുന്നുണ്ട്. വാത പിത്ത കഫ ദോഷങ്ങൾ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ശരീരം തണുപ്പിക്കുന്നുണ്ട്. ചുമ, കോൾഡ്, മനം പെരട്ടൽ, ഛർദി ഒക്കെ മാറ്റിയിട്ട് രക്തശുദ്ധി വരുത്തുന്നുണ്ട്. അതേപോലെ കൊന്നപ്പൂവിൻ്റെ നീരും രക്തചന്ദനവും വെള്ളപ്പാണ്ടിന് ബെസ്റ്റാന്ന് പറയുന്നുണ്ട് കേട്ടോ. കൊന്നപ്പൂവ് ചെറുനാരങ്ങയുടെ നീരിൽ അരച്ച് തേച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൊറി, ചെരങ്ങ്, കരപ്പൻ ഇതൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അതേപോലെ തളിരില നാളികേരവും ഉള്ളിയും ചേർത്തിട്ട് തോരൻ വെച്ച് കഴിഞ്ഞ് വെച്ചാൽ ഈ മലബന്ധമുള്ള ആൾക്കാർക്ക് നല്ല സുഖമായിട്ടുള്ള മൃദു ശോധനം അല്ലെങ്കിൽ വിരേചനം എന്ന് പറയാലോ, അതുണ്ടാവും. കൊന്നപ്പട്ട, അതിൻ്റെ ഒപ്പം ചന്ദനം, ത്രിഫല പട്ടയും മുന്തിരിങ്ങയും കഷായം കഴിക്കുന്നത് ഈ വയസ്സായ ആൾക്കാർക്കും അല്ലാത്ത ആൾക്കാർക്കും മൂത്ര ദുർഗന്ധം, അറിയാണ്ട് മൂത്രം പോണതും അല്ലാണ്ട് തന്നെ മൂത്രം പതഞ്ഞ് ദുർഗന്ധത്തോടെ പോണതും മാറ്റാനായിട്ട് ബെസ്റ്റാണ്. അതേപോലെ കൊന്നത്തളിരും വെള്ളിലിയും മിക്സ് ചെയ്തിട്ട് നമ്മൾ എണ്ണ കാച്ച് അല്ലെങ്കിൽ അത് അരച്ചിടുക ചെയ്തു വെച്ചാൽ ചൊറിഞ്ഞ് തടിക്കണത് മാറുന്നുണ്ട് കേട്ടോ. കൊന്നപ്പട്ടയുടെ കഷായം രക്തശുദ്ധിക്ക് ബെസ്റ്റാണ്. തൊലിയും അതേപോലെ ഫലമജ്ജ കുരു മാറ്റിയിട്ട് അരച്ച് ചേർത്തിട്ട് മുറിയിൽ പുരട്ടിക്കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുന്നുണ്ട്. അങ്ങനെ ഒരുപാട്